എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. നാടോടിക്കാറ്റ് എന്ന സിനിമയിൽ ദാസനും വിജയനും ആദ്യമായിട്ട് തുടങ്ങുന്ന സംരംഭം അമ്മാവന്റെ വാക്ക് കേട്ടിട്ട് ഒരു പശു വളർത്തലാണ്. പശു വളർത്തലിന് വേണ്ടിയിട്ട് അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പശു വളർത്തൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ആ സംരംഭം സക്സസ്ഫുൾ ആകില്ല, അത് ഫെയിൽഡ് ആയി പോകും. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് അവരുടെ സംരംഭം പരാജയപ്പെട്ടത്? ഒരിക്കലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ റിലേറ്റീവ്സിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ വാക്ക് കേട്ടുകൊണ്ടല്ല ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ട. മറിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി നമ്മൾക്കുണ്ടായിരിക്കണം. അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. നമുക്ക് അറിയാവുന്ന ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാവൂ. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബിസിനസ് പഠിക്കണം. പഠിച്ചിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവൂ. ഇനി ആ ബിസിനസ് ഫെയിലാകാനുള്ള രണ്ടാമത്തെ കാരണം നോക്കിക്കഴിഞ്ഞാൽ, അവര് ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്യുന്നു. ബാങ്ക് ലോൺ എടുത്ത് പശുവിനെ വാങ്ങിച്ച ശേഷമാണ് അവര് ലോൺ റീപേയ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്. എങ്ങനെ ലോൺ റീപേ ചെയ്യാന്നുള്ള ഐഡിയ അവർ ആലോചിക്കുന്നത്. ദിവസേന 50 രൂപ വെച്ച് ബാങ്കിലടക്കാൻ പറ്റുമോ? അതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം? ഒരിക്കലും നമ്മളൊരു ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിനാണെങ്കിലും ലോൺ എടുക്കുമ്പോഴോ ഒരിക്കലും നമ്മൾ റീപേയ്മെന്റിനെ കുറിച്ച് ലോൺ എടുത്ത ശേഷമല്ല ചിന്തിക്കേണ്ടത്. ശരിയായ രീതിയിൽ എങ്ങനെ റീപേ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയ ശേഷം മാത്രമേ നമ്മൾ ലോൺ എടുക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും ആ ലോണിൽ നിന്ന്, ആ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഈ ഒരു 2 പോയിന്റുകൾ ദാസന്റെ വിജയന്റെ ആദ്യത്തെ സംരംഭത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും. ഇതിൽ നിന്ന് എന്തൊക്കെ ബിസിനസ് പാഠങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കമന്റ് ചെയ്യുക.